ഹലോ ഫ്രണ്ട്സ്, ഹൈ ഡിയേഴ്സ്. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺ ഇൻ പീഡിയാട്രിക്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നല്ലേ, ഒരു ബേബിയുടെ ഡെവലപ്മെൻറ്റിലെ പുരോഗതിയിലെ നാഴികക്കല്ലുകൾ. കുട്ടി എപ്പോഴാണ് കമിഴുക, എപ്പോഴാണ് ഇരിക്കുക, എപ്പോഴാണ് പിടിച്ചു നിൽക്കുക, എപ്പോഴാണ് നടക്കുക, എപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാനൊക്കെ തുടങ്ങുക, എങ്ങനെയാണ് പാരൻസിനെ റെക്കഗ്നൈസ് ചെയ്യുക, എപ്പോഴാണ് ചിരിക്കാൻ തുടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഞാനിത് പറയുന്നതെന്നല്ലേ, സാധാരണ ഒരു ചെറിയ പ്രോബ്ലം കുട്ടികൾക്ക് വന്നാൽ തന്നെ മദർ ഹൈലി കൺസേൺഡ് ആയിരിക്കും. അവർ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് വരും, ഇവിടെ ഒരു കുരുണ്ട്, ഇവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇത്തരം എപ്പോൾ ഇരിക്കാൻ തുടങ്ങും, എപ്പോൾ നടക്കാൻ തുടങ്ങും, അതിനെക്കുറിച്ച് സാധാരണ മദേഴ്സൊക്കെ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്ന ചെറിയ അറിവേ ഉള്ളൂ അവർക്ക്. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ മാസങ്ങളിൽ ഇല്ല എന്നിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് അവരുടെ മസ്തിഷ്കത്തിന്, ഐ മീൻ ബ്രെയിനിന്, അല്ലെങ്കിൽ അവർ തമ്മിൽ മസ്തിഷ്കത്തിലെ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസിന്, അതുമല്ലെങ്കിൽ നമ്മുടെ പേശികളുടെ ഡെവലപ്മെൻറ്റിനൊക്കെ വലിയ പ്രോബ്ലം ഉണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇൻ കേസ് അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് കുറേ റിഹാബിലിറ്റേഷൻ തെറാപ്പികളുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി പോലുള്ള എത്രയും നേരത്തെ ഇങ്ങനത്തെ എന്താ പറയുക ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് നിങ്ങൾ കണ്ടെത്തിയാൽ അത്രയും നല്ലതാണ്. നമുക്ക് കുട്ടിക്ക് അത് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ ഓരോ മാസത്തിൽ 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ആദ്യത്തെ 0 to 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മന്തിൽ ഉണ്ടാവുക എന്ന് ആദ്യം പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു മാസം ആകുമ്പോഴത്തേന്, അതായത് 0 to 1, 1-ാം മാസം ഒരു മാസത്തിനുള്ളിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കുട്ടിയുടെ തൊണ്ടയിൽ നിന്ന് ഓരോ സൗണ്ടുകൾ അങ്ങനെ വരും, പക്ഷെ അത് നമുക്ക് മനസ്സിലാവില്ല, വെറുതെ ഓരോ ത്രോട്ട് സൗണ്ട്സ് വരും. എന്ന് മാത്രമല്ല, ലാംഗ്വേജ് കുട്ടികൾക്ക് മനസ്സിലാവില്ലെങ്കിലും നമ്മൾ കുറേ ഒരു വോയിസ് കേട്ടപ്പോൾ ഡോർ അടക്കണ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ടാൽ കുട്ടി സ്റ്റാറ്റിൽഡ് ഒന്ന് തരിക്കും. കുട്ടിക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്ക് മദറിൻ്റെ വോയിസ് വളരെ ക്ലിയർ ആയിട്ട് വിത്തിൻ 1 month, ഒരു മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് വോയിസ് ഫേസ് അല്ല, കൃത്യമായിട്ട് ശബ്ദം ശരിക്കും കേൾക്കാൻ പറ്റും. എന്നതിനൊക്കെ പുറമായിട്ട് കുട്ടികൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ഉണ്ടാവും. ബ്ലാക്കും വൈറ്റും അവർക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ കുട്ടി ബ്രസ്റ്റിൽ വെച്ചാൽ മിൽക്ക് സക്ക് ചെയ്യും, ശരിക്കും സക്ക് ചെയ്യും. പക്ഷേ മൗത്ത് ഓപ്പണിങ്ങിന് ടൈം ആയിട്ടില്ല, നമ്മൾ വെച്ച് കൊടുത്താൽ സക്ക് ചെയ്യാനും കഴിയും. എന്ന് മാത്രമല്ല, കുട്ടീനെ നമ്മൾ കമിഴ്ത്തിക്ക് എടുത്ത് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ തല ഇങ്ങനെ പൊക്കും. മലർത്തി എടുത്ത് വിചാരിച്ചോ, അപ്പോൾ തല ഇങ്ങനെ ആട്ടാനും കഴിയും. എന്ന് മാത്രമല്ല, കുട്ടിയുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കും, ഇങ്ങനെ ഫിസ്റ്റ് ചെയ്തായിരിക്കും പിടിച്ചിരിക്കുക ടുവേർഡ്സ് ദ ചിൻ, ഇങ്ങനെ. ഓക്കെ, ഇനി ഞാൻ 2-ാം മാസത്തെ കുറിച്ച് പറയട്ടെ. 2-ാം മാസം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, കമിഴ്ത്തി കടത്തിയാൽ നേരത്തെ തല പൊന്തിക്കുന്നല്ലേ പറഞ്ഞ്, ഇപ്പം തല മാത്രമല്ല നമ്മുടെ ചെസ്റ്റും കൂടി ഒന്ന് പൊന്തിക്കാൻ കുട്ടികൾക്ക് എന്ത് ചെയ്യും സാധിക്കും. ഓക്കെ, ഈ 2-ാം മാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസം. കാരണം ഈ 2 മാസത്തോട് കൂടിയാണ് കുട്ടിയുടെ മദറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. മറ്റേത് മദറിൻ്റെ വോയിസ് കേൾക്കാം 1 മാസത്തോട്. പക്ഷേ 2-ാം മാസം എന്ത് ചെയ്യും, കുട്ടിയുടെ മദറിൻ്റെ ഫേസ് കൃത്യമായിട്ട് എന്ത് ചെയ്യും റെക്കഗ്നൈസ് ചെയ്യും. പിന്നെ ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരു സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ സർക്കുലർ ആയിട്ട് കാണിച്ചു കൊടുത്താൽ കുട്ടിയുടെ കണ്ണ് അതിനനുസരിച്ച് അങ്ങനെ ഫോളോ ചെയ്യും. സർക്കുലർ ഒബ്ജക്റ്റിനെ, വട്ടത്തിൽ പോകുന്ന ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ഈ കുട്ടിക്ക് സാധിക്കും. ഇനി ഞാൻ ഹാൻഡ്സിനെ കുറിച്ച് പറയാം. 2-ാമത്തെ മാസത്തോടു കൂടി ഇങ്ങനെ പിടിച്ചിരുന്ന ഹാൻഡ്സ് 50% ടൈമിൽ ഇങ്ങനെ പിടിക്കും, തുറന്നു പിടിക്കും. 50% ടൈമിൽ ഇങ്ങനെ മുറുക്കി പിടിക്കും. ഓക്കെ, പിന്നെ വിഷൻ, നേരത്തെ പറഞ്ഞത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനാണ് കുട്ടിക്ക് ഉണ്ടാവുക എന്നല്ലേ. ഇപ്പം കുട്ടിക്ക് ശരിക്കും നമ്മളൊരു വിഷ്വൽ ത്രെട്ട്, അതായത് ഒരു അപകടം കണ്ടാൽ കുട്ടി അതിന് റെസ്പോണ്ട് ചെയ്യും. ഇതുവരെ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ഉള്ളൂ, ഇപ്പം അത് റെസ്പോണ്ട്. ഇത് മാത്രമല്ല, മദറിൻ്റെ ഫേസും റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാസത്തോടു കൂടി കുട്ടികൾക്ക് ചിരിക്കാൻ തുടങ്ങും. 2nd month ചിരിക്കാൻ തുടങ്ങും. ഈ ചിരി നമ്മൾ പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കും. എന്ന് മാത്രമല്ല, കുട്ടി കൂ പോലുള്ള സൗണ്ട് ഉണ്ടാക്കും. CO എന്നാണ് അതിനെ പറയാം. എന്ന് മാത്രമല്ല, കുട്ടി ചില സൗണ്ട് നേരത്തെ ത്രോട്ടിൽ നിന്ന്, ചില തൊണ്ടയിൽ നിന്ന് പല സൗണ്ടല്ല ഉണ്ടായിരുന്നത്. ഇപ്പം കുട്ടി ശരിക്ക് വവൽസ് ആയിട്ടുള്ള AEIO അങ്ങനത്തെ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. ഇനി ഞാൻ 3-ാം മാസം പറയട്ടെ. 3rd month up to 3 month, 3 മാസത്തോട് കൂടിയിട്ട് കുട്ടി ചെരിയാൻ തുടങ്ങും. കമിഴ്ന്ന് കിടക്കുന്ന കുട്ടിക്ക് ചെരിഞ്ഞ് കിടക്കാൻ സംഭവിക്കും. പിന്നെ മാത്രമല്ല, ടോയ്സ് ഒക്കെ കൊടുത്താൽ അത് റെക്കഗ്നൈസ് ചെയ്യാൻ, തിരിച്ചറിയാനും, അതുപോലെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിക്കളിക്കാനും കുട്ടികൾക്ക് സാധിക്കും. പിന്നെ നിങ്ങൾ സ്വീറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല മധുരമുള്ള, അല്ലെങ്കിൽ നല്ല കയ്പുള്ള സാധനമോ, അല്ലെങ്കിൽ ഒരു ലൗഡ് സൗണ്ട്, ഇടിയൊക്കെ പോലുള്ള സൗണ്ടുകളൊക്കെ കേട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, കുട്ടിയുടെ മുഖത്ത് അതിൻ്റെ എക്സ്പ്രഷൻസ് കാണിക്കും. എന്ന് മാത്രമല്ല, കുട്ടിയുടെ റൂമിലൂടെ ആരെങ്കിലും അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ കുട്ടി അവനെ നോക്കി നമ്മുടെ കൃഷ്ണമണി അങ്ങനെ അതിനെ ഫോളോ ചെയ്തിട്ട് വിഷ്വൽ ഫോളോയിങ് കുട്ടിക്ക് സാധ്യമാവുന്നത് 3-ാം മാസത്തോടു കൂടിയാണ്. എന്ന് മാത്രമല്ല,
ആരാണ് സംസാരിക്കുന്നതെന്ന് കുട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മദറാണോ ഫാദറാണോ ബ്രദറാണോ സിസ്റ്ററാണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നതും ഈ 3 മാസത്തോടു കൂടിയാണ്. മാത്രമല്ല മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ 3 മാസത്തോടു കൂടി കുട്ടി ചിരിക്കാൻ തുടങ്ങും. ഇനി നമുക്ക് 4-ാം മാസം എന്തൊക്കെ സംഭവിക്കും നോക്കാം. 4th മന്ത്. ഓക്കെ, 4-ാം മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടി കരയുന്നത് നിർത്തിയിട്ട് ദേഷ്യം വന്നാൽ അത് എക്സ്പ്രസ് ചെയ്യുക, എന്തെങ്കിലും സൗണ്ട് ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും. എന്ന് മാത്രമല്ല കുട്ടിയുടെ പേര് വിളിച്ചാൽ എന്ത് ചെയ്യും, കുട്ടി റെസ്പോണ്ട് ചെയ്യും, കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയും. എന്ന് മാത്രമല്ല ഇങ്ങനെ കുട്ടി ഇൻ കേസ് കരയുകയാണെങ്കിൽ കുട്ടി പാരൻസിൻ്റെ വോയിസ് കേട്ടാൽ കുട്ടി ആ കരച്ചിൽ നിർത്തും. എന്ന് മാത്രമല്ല കുട്ടിക്ക് നല്ല സന്തോഷമുള്ള കാഴ്ചകളോ അതുപോലെ സൗണ്ടോ കേട്ടാൽ കുട്ടിക്ക് ആ ഭാഗത്തേക്ക് തല തിരിക്കാനും അതിന് സ്മൈൽ ചെയ്യാനും അഥവാ ചിരിക്കാനും സാധിക്കും. എന്ന് മാത്രമല്ല കുട്ടിക്ക് പാല് കുപ്പി കൊടുത്താൽ അത് ഹോൾഡ് ചെയ്യും. ഏത് മാസം? 4-ാം മാസം കേട്ടോ. എന്ന് മാത്രമല്ല കുട്ടി ഇങ്ങനെ പിടിച്ചിരുന്ന കുട്ടി വിരലൊക്കെ അയാൻ തുടങ്ങും, ഇങ്ങനെ പിടിക്കാനും സാധിക്കും. എപ്പോൾ? ക്ലോത്ത്സിന്, അതായത് നമ്മുടെ തുണികൾക്കൊക്കെ ഇങ്ങനെ മുറുക്കി പിടിക്കാനും സാധിക്കും. സാധാരണ വിട്ടുകൊണ്ടിരിക്കും, ചിലപ്പോൾ തുണികളൊക്കെ കണ്ടാൽ മദറിൻ്റെ തുണികളൊക്കെ കണ്ടാൽ അതിനെ മുറുക്കി പിടിക്കാനും സാധിക്കും. കമിഴ്ത്തി കടത്തിയാൽ കുട്ടി തിരിഞ്ഞു കിടക്കും. പിന്നെ ഒരു സപ്പോർട്ടോട് കൂടി കുട്ടിക്ക് ഇരിക്കാനും കഴിയും. ഈ പറഞ്ഞ ചേഞ്ചൊക്കെ ഉള്ളത് 4-ാം മാസമാണ്. ഒരു ചെറിയ മാറ്റം, അതായത് 5-ാം മാസമാണ് ഞാൻ പറഞ്ഞതിൽ 4-ാം മാസം പറഞ്ഞതിൽ ചില കാര്യങ്ങൾ നടക്കുന്നത്. അതായത് പേര് വിളിച്ചാൽ അതിന് പ്രതികരിക്കുന്നത് 5-ാമത്തെ മാസമാണ്, 4-ാമത്തെ മാസമല്ല. എന്ന് മാത്രമല്ല കുട്ടിയുടെ കരച്ചിൽ നിർത്തി കുട്ടി ദേഷ്യം പ്രകടിപ്പിക്കുന്ന ചില സൗണ്ടുകളെ കൊണ്ടാണെന്ന് പറഞ്ഞു. ആ 2 പോയിന്റ്സ് 4-ാം മാസമല്ല, 5-ാമത്തെ മാസമാണ്, 5th മന്താണ്. എന്നതിന് പുറമേ ആയിട്ട് കുട്ടിയുടെ വല്ലതും പൊറുക്കിയിട്ട് വായിലിടുന്നതും 5-ാമത്തെ മാസം തൊട്ടാണ്. ഹാൻഡ് മൗത്ത് കൺട്രോൾ വരുന്നതും 5-ാമത്തെ മാസം. ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്ഡ് ആവുന്നത്. ഇനി നമ്മൾ 6-ാം മാസത്തിലേക്ക് കിടക്കുകയാണ്. 6-ാം മാസത്തിലാണ് കുട്ടി എന്തെങ്കിലും ടോയ്സ് ഷെയ്ക്ക് ചെയ്യുക, നമ്മുടെ കിൽക്കൊക്കെ കൊടുത്താൽ ഷെയ്ക്ക് ചെയ്യുന്ന 6-ാം മാസത്തിലാണ്. ഇത് മാത്രമല്ല കയ്യിലൊരു വെയിറ്റ് പിടിക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നത് 6 മാസത്തോടു കൂടിയാണ്. പിന്നെ സ്ട്രെയിഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് അപരിചിതരെ കണ്ടാൽ കുട്ടിയാകെ ബേജാറാവുന്ന പ്രശ്നം ഉണ്ടാവുന്നത് 6 മാസത്തോടെ. അതിനു മുമ്പ് കുട്ടികൾക്ക് ഒരു റെസ്പോൺസും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല നമ്മുടെ പാരൻസ് കുട്ടികളോട് ഒരു കാര്യം ചെയ്യരുത് നോ എന്ന് പറഞ്ഞാൽ കുട്ടി ആ കാര്യം നിർത്തും. ഇതൊക്കെ അപ്പിയർ ചെയ്യുന്നത് 6 മാസത്തോടു കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് 7-ാമത്തെ മാസത്തിലേക്ക് പോവാം. 7-ാമത്തെ മാസത്തിലാണ് കുട്ടികൾ മ്യൂസിക് ഒക്കെ ശരിക്കും കേൾക്കുന്നത്. പോരാത്തതിന് നമ്മളൊരു സാധനത്തിൻ്റെ പേര് പഠിപ്പിച്ചാൽ ആ പേര് നമ്മൾ പറയുമ്പോൾ അതിലേക്ക് നോക്കാനുള്ള കഴിവുണ്ടാവുന്നതും ഈ 7-ാമത്തെ മാസമാണ്. പിന്നെ മാത്രമല്ല പാരൻസ് ചില സാധനങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചാൽ, എടുത്തു വെച്ചാൽ അത് കാണിക്കാനും കുട്ടികൾക്ക് അത് ചെന്നിട്ട് കാണിക്കാനും ടോയ്സ് എക്സ്പ്ലോർ ചെയ്യാനും, അതായത് കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കുന്നത് 7-ാമത്തെ മാസമാണ്. എന്ന് മാത്രമല്ല നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അധികമായാൽ അത് റെഫ്യൂസ് ചെയ്യുന്നത്, അത് എതിർക്കുന്നതും എപ്പോഴാണ്? 7-ാമത്തെ മാസം. അതിൻ്റെ മുമ്പ് അതൊന്നും സംഭവിക്കുന്നില്ല. എന്ന് മാത്രമല്ല ആരുടെയും സപ്പോർട്ട് കൂടാതെ ഇരിക്കാൻ സാധിക്കുന്നതും 7-ാമത്തെ മാസമാണ്. ഇനി 8-ാമത്തെ മാസം പറയാം. 8-ാമത്തെ മാസത്തിലാണ് കുട്ടികൾ ഞരങ്ങണത്. അതുപോലെ നീലിംഗ് എന്ന് പറഞ്ഞാൽ മുട്ടിലെഴുണ്. ഇതൊക്കെ 8th മന്തിലാണ്. എന്ന് മാത്രമല്ല കുട്ടികൾ അവർക്ക് നോ എന്ന് പറയണമെങ്കിൽ അവർ തല ഇങ്ങനെ ആട്ടും. എന്ന് മാത്രമല്ല കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നതും ഈ 8-ാമത്തെ മാസമാണ്. കുട്ടികൾക്ക് ഹാപ്പിനെസ്സോ സാഡോ ആയാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതും ഈ 8-ാമത്തെ മാസത്തിലാണ്. അതാണ് 8-ാമത്തെ മാസത്തെ കുറിച്ച്. മാത്രമല്ല 8-ാം മാസത്തിൽ ഇപ്പോൾ കുട്ടികളോട് ഇവിടെ വാ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇവിടെ വരും. അത്രയും നമ്മൾ മുട്ട് കുത്തിയിട്ട് ഇവിടെ വാ എന്ന് പറഞ്ഞാൽ അവിടെ വരും. ഇനി നമുക്ക് 9-ാമത്തെ മാസം നോക്കാം. 9-ാമത്തെ മാസത്തിലാണ് കുട്ടികൾ എണീറ്റ് നിൽക്കുന്നത്. സ്റ്റാൻസ് സപ്പോർട്ട് വേണം, എന്നാലും എണീറ്റ് നിൽക്കും. ഇത് മാത്രമല്ല കുട്ടികൾ കടിക്കാനും ചവക്കാനും ഒക്കെ തുടങ്ങുന്നത് 9-ാമത്തെ മാസത്തിലാണ്. മാത്രമല്ല ആ കുട്ടികൾ ചില സൗണ്ട് ഉണ്ടാക്കും. അത് കുട്ടികളെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും? ഫോർ അറ്റൻഷൻ ദേ വിൽ മേക്ക് സം സൗണ്ട്സ്. മോർ ദാൻ ദാറ്റ് കുട്ടികളിലെ മറ്റുള്ളവരെ പിരിഞ്ഞെടുക്കുമ്പോൾ ബേജാറാവുന്നത്, മദർ ഇപ്പോൾ വർക്കിന് പോവുകയാണെങ്കിൽ കുട്ടികൾ ബേജാറാവുന്നത് സെപ്പറേഷൻ ആങ്സൈറ്റി എന്നാണ് ഇത് പറയുക. അതുണ്ടാവുന്നത് എപ്പോഴാണ്? 9-ാമത്തെ മാസത്തിലാണ്. ഇനി നമുക്ക് 10-ാമത്തെ മാസത്തിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. 10-ാമത്തെ മാസത്തിലാണ് കുട്ടികൾ രണ്ട് കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? 10-ാമത്തെ മാസത്തിലാണ്. എന്ന് മാത്രമല്ല നമ്മൾ കപ്പ് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്താൽ ആ കപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും എപ്പോഴാണ്? 10-ാമത്തെ മാസത്തിലാണ്. പിന്നെ കുട്ടികൾ ടാറ്റ പറയുന്നത് എപ്പോഴാണ്? 10-ാമത്തെ മാസത്തിലാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് 11-ാം മാസം പറഞ്ഞു തരാം. 11-ാം മാസത്തിൽ കുട്ടികൾ ആദ്യത്തെ വാക്ക് പറയും. രണ്ടാമത് കുട്ടികൾ പിക്ചേഴ്സിലേക്ക് നമ്മൾ ഫോട്ടോയിലേക്കൊക്കെ നോക്കാൻ തുടങ്ങും. എന്ന് മാത്രമല്ല സാധനങ്ങൾ എറിയാൻ തുടങ്ങുന്നതും ഈ 11-ാമത്തെ മാസമാണ്. അതിനൊക്കെ പുറമായിട്ട് ഒരു കൈ പിടിച്ചിട്ട് കുട്ടികൾ നടക്കുന്നതും 11-ാമത്തെ മാസമാണ്. ഇനി ഞാൻ പറയട്ടെ, 12 മാസം എന്ന് പറഞ്ഞാൽ 1 വയസ്സാണ്. 1 വയസ്സാകുമ്പോൾ കുട്ടികൾ നമ്മൾ പറഞ്ഞത് കേൾക്കും, ദേ ഫോളോ കമാൻഡ്സ്. എന്ന് മാത്രമല്ല
ദേ വിൽ ഷോ ദ ഒബ്ജക്റ്റ് ടു ദെയർ പാരൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതുവരെ പാരൻസ് ആയിരുന്നു കുട്ടികൾക്ക് സാധനങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നത്. പിന്നെ കുട്ടികൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാരൻസിന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങും. എന്ന് മാത്രമല്ല അവർ തലയിൽ തൊപ്പി ഉണ്ടെങ്കിൽ ദ ടേക്ക് ഓഫ് ദ ഹാറ്റ് ആൻഡ് ദേ വിൽ ഹോൾഡ് പെന്ന്, അവർ പേന പിടിക്കും. എന്ന് മാത്രമല്ല കുട്ടികൾ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ഈ 1 വയസ്സാവുമ്പോഴാണ്. 1 വയസ്സ് വരെ കംപ്ലീറ്റ് ചെയ്തല്ലോ, ഇനിയും വളർച്ച പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം നമ്മളിവിടെ നിർത്തുകയാണ്. 1 വയസ്സ് മുതൽ ഇതുവരെ അപ് ടു 1 ഇയർ, 1 വർഷം വരെ നമ്മൾ കുട്ടിയെ ഇൻഫാൻറ്റ് എന്ന് വിളിക്കും. ഇൻഫാൻറ്റ് 1 ഇയർ ടു 3 ഇയർ, 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ നമ്മൾ അവനെ വിളിക്കുന്നത് ടോഡ്ലർ എന്നാണ്. അവനെ അല്ലെങ്കിൽ അവളെ വിളിക്കുന്നത് ടോഡ്ലർ എന്നാണ്. പിന്നെ 3 ഇയർ ടു 5 ഇയർ നമ്മൾ പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്നാണ് പറയുക. സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടമാണ്. ഫോർ 5 ഇയേഴ്സ് ടു 15 ഇയേഴ്സ് നമ്മൾ സ്കൂൾ ചിൽഡ്രൻ എന്നാണ് പറയുക. അങ്ങനെയാണ്. പിന്നെ പ്യൂബർട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ടീനേജ് ഉണ്ട്, യങ് ഏജ് ഉണ്ട്, മിഡിൽ ഏജ് ഉണ്ട്, ഓൾഡ് ഏജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അപ് ടു 1 മന്ത്, 0 to 1 മന്ത് നമ്മൾ അവനെ ന്യൂ ബോൺ അഥവാ നവജാത ശിശു എന്നാണ് വിളിക്കുക. പിന്നെ 1 മന്ത് മുതൽ 1 വയസ്സ് വരെയാണ് നമ്മൾ അവനെ എന്ത് വിളിക്കുന്നത്? നമ്മുടെ ബേബി എന്ന് ജനറലായി വിളിക്കാം. എനിവേ, if you want to see video like this, you can join with me, support me, you can like my video, more than that subscribe me. Okay, thank you for watching again.